ജയ ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. കർക്കിടക മാസത്തോടനുബന്ധിച്ച് നമ്മൾ എല്ലാ ദിവസവും രാമായണം ചർച്ച ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഭരതസ്വാമി ഗുഹന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗുഹനോട് ചോദിക്കുകയാണ്, ഗംഗാനദി മറികടന്ന് ഏത് ദിശയിലേക്കാണ് പോവേണ്ടത്, ഏത് ദിശയിലേക്കാണ് രാമൻ പോയതെന്ന്. ആദ്യം ഗുഹന് ഒരുപാട് ഭയം തോന്നിയിരുന്നു. കാരണം ഭഗവാനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ ഭരതൻ വന്നിരിക്കുന്നത്, ഭഗവാനെ അപായപ്പെടുത്താനാണോ എന്ന് ചിന്തിച്ചു. പക്ഷേ ഭരതസ്വാമിയുടെ ആ ഉദ്ദേശം മനസ്സിലായപ്പോൾ ഗുഹന് വളരെ സന്തോഷമായി. അതിനെ തുടർന്ന് എന്താണ് നടന്നത് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർ ഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിനിധി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാ ഗാമധായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി സിദ്ധാന്ത സരസ്വതീ നാമിനി ശ്രീപാർഷവാനവേ ദേവി ദേദായ കൃപാബ്ധേ കൃഷ്ണ സംബന്ധ വിജ്ഞാനോദായ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിധായ നമോസ്തേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതവസിദ്ധാന്തദ്വന്ദ്വായ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രളംബരസാംബോധൈ പാദാംബുജായ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ ഗൗരാവിർഭാവഭൗമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ തേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വസ്യ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതൗ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാം ഭുജോ രാധാമദനമോ നമ. ദിവ്യത്വന്ദാരണ്യഗർഭദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാരഭി സേവ്യമാനോ സ്മരാമി. ശ്രീമണ്ഡാസരസാരംഭി വംശീവരത്തടസ്ഥിത കർഷൻ വേണുസ്വനേർഗോപീർഗോപീനാഥസ്യേസ്തുന തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതി കരീം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമേശ്വരം. ഹരി ഓം തത്സത്. ജയ ശ്രീറാം. നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ ഭരതസ്വാമി, ഞാൻ ഈ ഭരതൻ എന്ന് പറയുന്നത് ആ കഥയുടെ ഫ്ലോയിൽ പറയുന്നതാണ് കേട്ടോ. നമുക്കാർക്കും അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയില്ല. പക്ഷേ ആ കഥയുടെ ഫ്ലോയിലനുസരിച്ച് നമ്മൾ ഭഗവാന്റെ നാമം കൃഷ്ണാത് ജപിക്കുന്ന പോലെ ഞാൻ ഭരത എന്ന് പറയുകയാണ്. അന്നേരം അതൊരിക്കലും
നമ്മൾ ഒരു ബഹുമാനമില്ലാതെ പറയുന്നതല്ല, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ എന്നാലും ആ കഥയുടെ ഫ്ലോയിൽ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഭരതൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായപ്പോൾ ഗുഹന് വലിയ സന്തോഷമായി, ഒരുപാട് സമാധാനമായി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വിശ്രമിക്കൂ, നാളെ തന്നെ നമുക്കതിനു വേണ്ടിയുള്ള ഞാൻ അങ്ങേക്ക് എല്ലാം പറഞ്ഞു തരാം, എങ്ങനെയാണ് രാമൻ്റെ അടുത്ത് എത്തേണ്ടതെന്ന്. ഗുഹൻ അവിടെ നിന്നും പോയി. എന്നിട്ട് ഭരതൻ ഉറങ്ങാൻ കിടക്കുകയാണ്, രാമനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്. ഭരതൻ ഒരുപാട് ദുഃഖത്തിലാണ്. ഇനി രാമനെ കാണാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു. കാരണം രാമൻ പോയിട്ട് കുറേ മാസങ്ങളായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ രാമൻ എവിടെയാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഭരതൻ്റെ ഉള്ളിൽ. ഭരതന് തീരെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഉള്ളിലെന്തോ വലിയ പാറകൾ ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചതുപോലെ തോന്നുകയാണ്. ഉള്ളിൽ ആ ഭാരം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ദുഃഖം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഉറക്കം വരുന്നില്ല. രാമനെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ ഇങ്ങനെ ശക്തമായിട്ട് വരികയാണ്. അങ്ങനെ ആയപ്പോഴത്തേക്ക് നേരം പുലർക്കാറായി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുഹൻ അവിടെ എത്തി. ഗുഹൻ ഭരതനോട് സംസാരിക്കുകയാണ്. രാമനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഒരു രാത്രി രാമൻ എങ്ങനെയാണ് ഇവിടെ തങ്ങിയതും, ഭഗവാൻ ജട ധരിച്ചിരിക്കുകയാണ്, സീതയും ലക്ഷ്മണനുമായിട്ട് ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ്, ആ പോയ വഴിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ രാമൻ സുന്ദരമായിട്ടുള്ള കേശത്തെ ജടയാക്കിയെന്ന് കേട്ടു. ഇത് കേട്ടപ്പം ഭരതന് ഒരുപാട് വിഷമം തോന്നി. ഇത് കേട്ടപ്പം ഭരതന് തോന്നി, ഇനി എന്തായാലും രാമൻ തിരിച്ചെത്തില്ല എന്ന് തോന്നുന്നു. തപസ്വിയായിട്ട് 14 വർഷം കഴിയണം എന്ന ഉറച്ച തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ചിന്തകളിൽ മഗ്നനായ ഭരതൻ രാമനെക്കുറിച്ച് ഓർത്തപ്പോൾ ബോധം കെട്ട് വീഴുകയാണ്. ഒരുപാട് ദുഃഖം തോന്നി. ശത്രുഘ്നൻ ഭരതനെ പൊക്കിയെടുത്തു. ശത്രുഘ്നനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൗസല്യാദേവിയും സുമിത്രാദേവിയും അടുത്തെത്തി ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഭരതൻ എങ്ങനെയോ സ്വബോധം തിരിച്ചു കിട്ടി. എന്നിട്ട് ഗുഹനോട് പറഞ്ഞു, രാമനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദമായിട്ട് പറയൂ. രാമൻ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, രാമൻ എവിടെയാണ് ഉറങ്ങിയത്, രാമൻ എന്താണ് സംസാരിച്ചത്. ഗുഹൻ ഭരതനോട് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർ എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ വ്യക്തികളാണ്. മനുഷ്യർ ഇമോഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ രാമായണത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭഗവാനോട് ഇമോഷണലായിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ കഥകളാണ്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഭഗവാനോടുള്ള ഇമോഷൻസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ഭൗതിക ലോകത്തിൽ നിന്നും മോചനം ലഭിക്കാൻ പറ്റും. ഭഗവാനോടുള്ള ആ ഒരു ഇമോഷൻസ് ശക്തമാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലോകത്തിൽ പല വ്യക്തികളോടും ഇമോഷൻസ് ഉണ്ട്. അവർക്ക് തിരിച്ച് അത്രയും ഇമോഷൻസ് നമ്മളോട് കാണത്തില്ല. അത് കാരണം നമ്മൾ കൂടുതൽ ഇമോഷണലാണ്. എന്തുകൊണ്ട് അവർക്ക് നമ്മളോടൊരു ഇമോഷൻസ് ഇല്ല, അല്ലേ? ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു, പക്ഷെ ഭർത്താവിന് തിരിച്ച് സ്നേഹം കാണത്തില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യയ്ക്ക് തിരിച്ച് സ്നേഹം കാണത്തില്ല. ഇവർ രണ്ടുപേരും മക്കളെ സ്നേഹിക്കുന്നു, മക്കൾക്ക് തിരിച്ച് സ്നേഹം കാണത്തില്ല. അല്ലെങ്കിൽ മക്കൾ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നു, അവർക്ക് തിരിച്ച് സ്നേഹം കാണത്തില്ല. ജോലി സ്ഥലത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നു, പക്ഷേ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർക്ക് നമ്മളോട് ഒരു ദയദാക്ഷിണ്യമില്ല, കൂട്ടുകാർക്കില്ല. ഇങ്ങനെ നടക്കുവാണ്, അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ഈ ഭഗവാനോട് ഇമോഷൻസ് ഉള്ള, ഭഗവാന്റെ ബന്ധുക്കൾ, ഭഗവാനെ ഹൃദയാംഗതമായിട്ട് സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഭക്തരുടെ ചരിതമാണ് നമ്മൾ ഭാഗവത്തിലൂടെയും രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും പഠിക്കുന്നത്. അന്നേരം അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ എന്ത് പറ്റും? നമുക്കും ഭഗവാനോടുള്ള ഇമോഷൻസ് വർദ്ധിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ അതങ്ങ് അറിയാതെ ഇങ്ങനെ കയറിപ്പോവും. അതേപോലെ രാമായണം നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഉള്ളിലും ഭഗവാനോടുള്ള ഇമോഷൻസ് ജാഗ്രതമാവും. അതിലൂടെ എന്ത് പറ്റും? ഈ ഭൗതിക ലോകമായിട്ടുള്ള ഇമോഷൻസ് കുറയും. അങ്ങനെ നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും. നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെയാണ് നമ്മൾ. അപ്പോൾ
ഭഗവാന്റെ ചരിതം നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ എന്തു പറ്റും? നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് നിറയും, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മഗ്നരാവും. അതിലൂടെ എന്തു പറ്റും? ഈ ലോകമായിട്ടുള്ള വൃത്തികെട്ട ഈ ലോകത്തിൻ്റെ ഓരോ ചിന്തകളിൽ നമ്മൾ മുക്തരാവും. അതാണ് ഈ ലോകം. നിങ്ങൾക്കറിയാലോ, ഒരു പക്ഷേ എന്നെക്കാട്ടിയും കൂടുതൽ നിങ്ങൾക്കറിയാം, കാരണം നിങ്ങൾ ആ പുറം ലോകത്താണ് ജീവിക്കുന്നത്. ആ പുറം ലോകത്ത് എന്താണുള്ളത് അല്ലേ? ഒന്നുമില്ല. എല്ലായിടത്തും നിരാശയും അതൃപ്തിയും ദുഃഖവും. എൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഭക്തിയിലിരിക്കുമ്പോൾ ദുഃഖമില്ലെന്നല്ല. ഈ ലോകത്ത് എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം എന്താ? ഒരു കാര്യമില്ല. എല്ലാവരുടെയും സ്വാർത്ഥത, അത്യാഗ്രഹം. അതായത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ആശ്രമത്തിൽ വരുമ്പോൾ, ഭക്ത കൂട്ടായ്മയിൽ വരുമ്പോൾ എന്തുകൊണ്ട് സന്തോഷം, അവർ ആ ഭക്തരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സമാധാനം, സന്തോഷം ലഭിക്കുന്ന എന്താണ്? പുറം ലോകത്തുള്ള വ്യക്തികളുടെ ബോധം വളരെ മലിനമായിട്ടുള്ള ബോധമാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അവരുടെ ചിന്താഗതിയും അവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം സ്വാർത്ഥത കൊണ്ട് നിറയുന്നു. കാമക്രോധ മോഹലോഭ മത മത്സരാബുദ്ധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അന്നേരം സത്യം പറഞ്ഞാൽ അതാണ് വായസ തീർത്ഥം എന്ന് പറയും. ഈ കാക്കകൾ കുളിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ കാക്കകൾ വിഹരിക്കുന്ന സ്ഥലം, തീട്ടം, അഴുക്ക് സ്ഥലം, ഈച്ച ഇരിക്കുന്ന സ്ഥലം അല്ലേ? ഒരു തേനീച്ചയും ഈച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തേനിൻ്റെ ആ ഒരു വ്യത്യാസമാണ്. തേനീച്ച എപ്പോഴും പൂക്കളിൽ, നല്ല സുന്ദര പൂക്കളിലായിരിക്കും വിഹരിക്കുന്നത്. പക്ഷേ ഈച്ച എന്ന് പറയുന്ന എവിടെ രക്തം, പഴുപ്പും വൃത്തികെട്ട സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടോ? ശരിയാ, ചിലപ്പം പഴവർഗ്ഗങ്ങളിലോ അതിലൊക്കെ വരാറുണ്ട്. പക്ഷെ കൂടുതലും അശുദ്ധമായിട്ടുള്ള ആ സ്ഥലത്താണ് നമുക്ക് ഈച്ചകളെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ആ ഒരു ബോധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അന്നേരം ചില വ്യക്തികൾ മലിനമായിട്ടുള്ള കാര്യത്തിൽ താല്പര്യം കാണിക്കുന്ന ഒരു ബോധത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ചരിതം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമാധാനം, സന്തോഷം ലഭിക്കും. അപ്പോൾ ഇവിടെ ഗുഹൻ ഭരതനോട് പറയുകയാണ്, ഏറ്റവും രാജകീയമായിട്ടുള്ള ഭക്ഷണമൊക്കെ രാമന് വേണ്ടി പാചകം ചെയ്ത് രാമന് വേണ്ടി സമർപ്പിച്ചു. പക്ഷെ രാമൻ അതൊന്നും സ്വീകരിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, രാജാക്കന്മാരുടെ ധർമ്മമല്ല ദാനം സ്വീകരിക്കുക എന്നത്, നമ്മളാണ് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. രാമൻ വെള്ളം മാത്രം കുടിച്ചു. എന്നിട്ട് പുല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ശയ്യയിൽ, ലക്ഷ്മണൻ നിർമ്മിച്ച ഒരു ശയ്യയിലാണ് ഭഗവാൻ കിടന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഭരതൻ ചോദിച്ചു, എവിടെയാണ് രാമൻ ഉറങ്ങിയത്? അതെനിക്കൊന്ന് കാണാൻ പറ്റുമോ? അന്നേരം ഗുഹൻ ആ മരത്തിൻ്റെ ചൂട് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇപ്പോഴും രാമൻ കിടന്ന ശയ്യ ഇപ്പോഴും ഉണ്ട്. ഇത് കണ്ടിട്ട് ഭരതൻ നിലവിളിച്ച് കരയുകയാണ്. ഭരതൻ പറയുകയാണ്, ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി രാമൻ വെറും പുല്ലിൻ്റെ ഒരു ശയ്യയിലാണ് കിടന്നത്. രാമൻ എപ്പോഴും ഏറ്റവും സമ്പദ് സമൃദ്ധമായിട്ടുള്ള കൊട്ടാരത്തിലെ കിടക്കയിൽ മാത്രം ശയിക്കുന്ന ആളാണ് രാമൻ. ഏറ്റവും നല്ല പട്ടുവസ്ത്രത്തിൻ്റെ അലങ്കാരങ്ങൾ ഉള്ള ആ ശയ്യയിലാണ് ഭഗവാൻ കിടക്കുന്നത്. അതിസുന്ദരമായിട്ടുള്ള സംഗീതത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് രാമൻ ഉണരാറുള്ളത്. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടായിരിക്കും ഭഗവാൻ രാമൻ ഉണരുന്നത്. അങ്ങനെ ഇതൊക്കെ ഓർത്ത് ഭരതൻ ഒരുപാട് കരഞ്ഞു. രാമൻ്റെ ആ വനവാസത്തിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത്, രാമൻ്റെ ആ തപസ്യായിട്ടുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഭരതൻ ഒരുപാട് വിഷമിക്കുകയാണ്. രാമനോട് നടന്ന ഒരു അനീതി ഭരതൻ ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്നില്ല.
രാമനോട് ചെയ്ത അനീതി അസഹനീയമാണ്. അതിന് കാരണക്കാരനായത്, ഒരു നിമിത്തമായത് ഞാൻ തന്നെയാണല്ലോ എന്നോർത്ത് ഭരതൻ്റെ വിഷമം കൂടുതൽ വർദ്ധിച്ചു. ഒരുപാട് വിഷമിച്ചു ഭരതൻ ചിന്തിക്കുകയാണ്, ഇത് സത്യമല്ല, ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ല, ഞാൻ ഏതോ ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സീതാദേവിയുടെ ദേഹത്തിലെ ആഭരണങ്ങളുടെ കുറച്ച് ചെറിയ കണികകളൊക്കെ അവിടെ തന്നെ വീണ് കിടക്കുന്നു. ദേവി കിടന്ന ആ സ്ഥലവും ഭരതസ്വാമി കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും ഇത്രയും തുച്ഛമായിട്ടുള്ള ഈ സ്ഥലത്താണ് കിടന്നത്. ഇതൊക്കെ ഓർത്ത് ഭരതന് ഒരുപാട് വിഷമമാവുകയാണ്. അപ്പോഴേക്കും ഉള്ളിൽ രാമനും സീതയും വനവാസ വേഷത്തിൽ ഇരിക്കുന്നതായിട്ട് ഭരതൻ ഇങ്ങനെ കാണുകയാണ്, സങ്കല്പിക്കുകയാണ്. എന്നിട്ട് ഫലമൂലാദികൾ കഴിച്ചുകൊണ്ട് ശരീരം ശോഷിച്ചതായിട്ട് ഇതൊക്കെ ഓർത്തപ്പം ഭരതൻ്റെ ഉള്ളിൽ വിഷമം ഇനിയും വർദ്ധിച്ചു. തലയിൽ അടിച്ച് ഭരതൻ കരയുകയാണ്. ഭരതൻ തീരുമാനമെടുത്തു, ഇന്നു മുതൽ ഞാനും ജട ധരിക്കാൻ പോവുകയാണ്, എൻ്റെ മുടിയെ ജടയാക്കാൻ പോവുകയാണ്, മരൂരി ധരിക്കാൻ പോവുകയാണ്. ഞാൻ ഇനി മുതൽ വെറും തറയിലേ കിടക്കൂ. ഫലമൂലാദികൾ മാത്രമേ, വനത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലമൂലാദികൾ മാത്രമേ ഞാൻ കഴിക്കൂ എന്നൊരു തീരുമാനം ഭരതനെടുക്കുകയാണ്. രാമൻ എങ്ങനെയെങ്കിലും ഭരതൻ എങ്ങനെയെങ്കിലും രാമനെ കണ്ട് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആ തീരുമാനം കൂടുതൽ ശക്തമായി. രാമൻ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ കുറേ നേരം ഭരതൻ അവിടെ ഇരിക്കുകയാണ്. രാമൻ കിടന്ന അതേ സ്ഥലത്ത് ഭരതൻ അന്നത്തെ രാത്രി കിടക്കുകയാണ്. അതിനുശേഷം ഭരതൻ സൈന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. ഗുഹൻ 500 വലിയ വള്ളങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് ഗുഹൻ്റെ സ്വന്തം വള്ളം ഭരതനും ഭരതൻ്റെ ബന്ധുക്കൾക്കും കൊടുക്കുകയാണ്. അത് സാധാരണ വള്ളമല്ല, വലിയൊരു കപ്പൽ പോലെ തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതിലുണ്ട്. ചില വള്ളത്തിൽ സ്ത്രീകൾ ഇരുന്നു, ചിലതിൽ കുതിരകളും ചിലതിൽ രഥങ്ങളും. അന്നേരം രഥങ്ങളൊക്കെ കയറണമെന്ന് പറഞ്ഞാൽ എത്ര വലുതായിരിക്കും അത്, അല്ലേ? അന്നേരം ഇവിടെ വള്ളമെന്ന് പറയുന്നുണ്ടെങ്കിലും കപ്പലിൻ്റെ അത്രയും വലുപ്പം കാണും. അന്നേരം കപ്പലിന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ കപ്പലിനെ പോലെയല്ല. ഒരുപാട് തുഴയാനായിട്ട് ആൾക്കാരും അതിനുണ്ട്. അങ്ങനെ ആനകളൊക്കെ നീന്തി അപ്പുറത്ത് കടക്കുകയാണ്. കുതിരകളും രഥങ്ങളും സൈനികരും എല്ലാവരും ഈ വള്ളത്തിൽ കയറി അപ്പുറത്ത് ഗംഗാ നദി മറികടക്കുകയാണ്. ചില യോദ്ധാക്കളും നീന്തിയാണ് അപ്പുറത്തെത്തിയത്. അവരുടെ ആയുധങ്ങളും അതെല്ലാം വള്ളത്തിൽ തന്നെ അപ്പുറത്തെത്തിച്ചു. അങ്ങനെ ഏകദേശം രാവിലെ തുടങ്ങി ഉച്ചയായപ്പോഴത്തേക്ക് എല്ലാവരും ഇപ്പുറത്തെത്തി. ഭരതൻ അവരോട് അവിടെ തന്നെ തമ്പടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭരതൻ വസിഷ്ഠ ഋഷിയും മറ്റു ബ്രാഹ്മണരോടും ഭരദ്വജ ഋഷിയുടെ ആശ്രമത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഭരദ്വജ ഋഷിയുടെ ആ തപസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് ഭരതൻ വളരെ ലളിതമായിട്ടുള്ള ഒരു വേഷം ധരിച്ചുകൊണ്ടാണ് അവിടെ പോയത്. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളും കവചങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഏറ്റവും മുന്നിൽ വസിഷ്ഠനും പിന്നെ അതിൻ്റെ തൊട്ടുപുറയിൽ ഭരതനും ബാക്കിയുള്ള മന്ത്രിമാരും എല്ലാവരും വേറെ സൈന്യസന്നാഹങ്ങളൊന്നും ഇല്ലാതെ രഥമൊന്നും ഇല്ലാതെ നടന്നാണ് പോയത്. അധികം താമസിക്കാതെ ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അവരെ കണ്ട ഉടൻ തന്നെ ഭരദ്വാജ ഋഷി ചാടി എഴുന്നേറ്റു. എന്നിട്ട്
ശിഷ്യരോട് അവരുടെ പാദം കഴുകാനായിട്ട് ജലം കൊണ്ടുവരാൻ പറഞ്ഞു. ഭരദ്വജ ഋഷി വസിഷ്ഠ ഋഷിയെ ആലിംഗനം ചെയ്തു. എന്നിട്ട് ഭരതൻ എല്ലാവിധ അനുഗ്രഹ ആശംസകളും പറഞ്ഞു. അപ്പോഴേക്കും ഭരതൻ കാൽക്കൽ വീണു ഭരദ്വജ ഋഷിയുടെ. ഭരദ്വജ ഋഷി ഭരതനെ സൂക്ഷിച്ചു നോക്കി. മനസ്സിലായി ഇത് രാമൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ദശരഥ മഹാരാജാവ് ഈ ശരീരം ഉപേക്ഷിച്ചു വന്നു. അയോധ്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചു. എന്നിട്ട് ഭരതനോട് ചോദിച്ചു, നീ എന്താണ് മോനെ ഇവിടെ വന്നത്? നിന്റെ രാജ്യം ഭരിക്കുക എന്നതല്ലേ നിന്റെ ഉത്തരവാദിത്വം? അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അമ്മയുടെ വാക്കുകൾ പ്രകാരം നീ ഇപ്പോൾ ഈ ഭൂമി ഭരിക്കുന്ന ചക്രവർത്തിയാണ്. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് രാമനെ ദ്രോഹിക്കാനുള്ള ഒരു ദുരുദ്ദേശം നിന്റെ ഉള്ളിൽ കാണത്തില്ലെന്ന്. ഇതും കൂടെ കേട്ടപ്പം ഭരതന് കൂടുതൽ വിഷമമായി. ഭരതൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുകി. എന്നിട്ട് പറഞ്ഞു, എന്നെയും അങ്ങ് ഇങ്ങനെ സംശയിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയുടെ ആ ഒരു തീരുമാനം എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് രാമനെ സ്വപ്നത്തിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയില്ല, എന്തെങ്കിലും ദ്രോഹം ചെയ്യാനായിട്ട്. രാമനില്ലാതെ ഈ രാജ്യം ഞാൻ ഒരിക്കലും സ്വീകരിക്കത്തില്ല. ആരും ഭരതൻ്റെ ഈ ഉദ്ദേശത്തെ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും ഭരതനെ തെറ്റിദ്ധരിക്കുകയാണെന്ന് ഓർത്ത് ഭരതൻ പാവം കൂടുതൽ വിഷമിക്കാം. കൈകൂപ്പി ഭരതൻ പറയണം, സർവശക്തനായ രാമൻ തന്നെയാണ് ഈ ഭൂമിയിലെ യഥാർത്ഥ ഭരണാധികാരി. ഞാൻ തിരിച്ച് രാമനെ അയോധ്യയിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാമൻ്റെ കാൽക്കൽ വീണ് എങ്ങനെയെങ്കിലും രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അങ്ങേക്ക് എല്ലാം അറിയാവുന്ന ഋഷിയല്ലേ, അങ്ങ് എന്നോട് കാരുണ്യം കാണിക്കൂ. രാമൻ എവിടെയാണ് താമസിക്കുന്നത് എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. ഭരതൻ്റെ ആത്മാർത്ഥതയെ കണ്ടപ്പോൾ ഭരദ്വജ ഋഷി ചിരിച്ചു. ഭരതൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴും ഭരതൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭരത, നിന്റെ ഉദ്ദേശം എനിക്കറിയാം. നിന്റെ ആ ഒരു ഉദ്ദേശം എല്ലാവരെയും അറിയിക്കാനും നിന്റെ യശസ്സും കീർത്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വേണ്ടി ചോദിച്ചത്. നീ എല്ലാം കൊണ്ടും ഈ രാജപരമ്പരയിൽ, ഈ രാജവംശത്തിൽ ഈ വംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ്യനാണ്. നീ എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുന്ന ആളാണ്. നിന്റെ രാമനോടുള്ള ഭക്തിയെക്കുറിച്ച് എനിക്കൊരു സംശയമില്ല. എന്നിട്ട് ഭരദ്വജ ഋഷി പറഞ്ഞു, രാമൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭരതനോട് ആ രാത്രി അവിടെ തന്നെ ആശ്രമത്തിൽ തങ്ങാൻ പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ യാത്ര തുടരാൻ പറഞ്ഞു. ഭരതൻ അത് അംഗീകരിച്ചു. എന്നിട്ട് ഭരദ്വജ ഋഷി പറഞ്ഞു, സൈനികർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം അവിടെ ആശ്രമത്തിൽ തയ്യാറാക്കാൻ പറഞ്ഞു. ഭരതൻ പറഞ്ഞു, അങ്ങയിൽ നിന്നും വേണ്ട വിധം എല്ലാ ആതിഥ്യ മര്യാദയും നമ്മൾ സ്വീകരിച്ചു. നിങ്ങൾ വനത്തിൽ താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഫലമൂലാദികൾ മാത്രം കഴിച്ചാൽ മതി. അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. എൻ്റെ സൈന്യം ഒരുപാട് വലുതാണ്. വലിയൊരു ഭൂമി പ്രദേശം മൊത്തം നിറഞ്ഞു നിൽക്കും അവർ. അതുകൊണ്ട് അവരെല്ലാം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആശ്രമത്തിൻ്റെ ആ ഒരു ശാന്തത നഷ്ടപ്പെടും. ഇത് കേട്ടത് ഭരദ്വാജ ഋഷി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ധൈര്യത്തോടു കൂടി അങ്ങയുടെ സൈനികരെല്ലാവരെയും കൊണ്ടുവരും. എനിക്ക് ഇവരെ എല്ലാവരുടെ കാര്യം നോക്കാനുള്ള കഴിവുണ്ട്. അതിനെക്കുറിച്ച് ഒട്ടും ഓർത്ത് സംശയിക്കേണ്ടതാണ്. അങ്ങനെ ഭരദ്വാജ ഋഷി അത് പറഞ്ഞപ്പോൾ ഭരതൻ അംഗീകരിച്ചു. എന്നിട്ട് ഒരാളെ വിട്ടിട്ട് ആ മൊത്തം സൈന്യത്തെയും കൊണ്ടുവരുവാണ് ആശ്രമത്തിൽ. അപ്പോൾ അവർ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആശ്രമത്തിലേക്ക് വരുന്ന ആ സമയത്ത് ഭരദ്വാജ ഋഷി കണ്ണടച്ച് ധ്യാനിക്കുകയായിരുന്നു. വേദമന്ത്രങ്ങൾ ഉരുവിടുകയാണ്. അതിലൂടെ പ്രധാനപ്പെട്ട ദേവന്മാരെ ആവാഹിക്കുകയാണ്. എന്നിട്ട് അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ സൈന്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട്
ഋഷി പറഞ്ഞു, ഈ നദിയിൽ നിന്നും എല്ലാ തരത്തിലുള്ള ദിവ്യപാനീയങ്ങളും ഉദ്ഭവിക്കട്ടെ. ചന്ദ്രദേവൻ എല്ലാ തരത്തിലുള്ള പാചകം ചെയ്ത ഭക്ഷണം തയ്യാറാക്കട്ടെ. എന്നിട്ട് വിശ്വകർമാവ് ഇവർക്കെല്ലാം സന്തോഷിപ്പിക്കാനുള്ള മന്ദിരങ്ങൾ നിർമ്മിക്കട്ടെ. എന്നിട്ട് ദേവേന്ദ്രൻ എല്ലാ അപ്സരസുകളെയും ഗന്ധർവന്മാരെയും ഇവരുടെ മനോരഞ്ജനത്തിന് വേണ്ടി ഇവിടെ വേദി ഒരുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പല പല ദേവന്മാരെയും അവരുടെ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടപ്പോൾ അവരെല്ലാവരും അവിടെ പ്രത്യക്ഷമായി. പെട്ടെന്ന് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു തണുത്ത കാറ്റ് അവിടെ വീശാൻ തുടങ്ങി. വലിയ കൂട്ടത്തോടുകൂടി പുഷ്പങ്ങൾ ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. പല ദിവ്യ സംഗീതങ്ങളും കേൾക്കാൻ തുടങ്ങി. ഗന്ധർവന്മാർ പാടാൻ തുടങ്ങി, വീണ വായിക്കാൻ തുടങ്ങി, അപ്സരസുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഭരതൻ്റെ ആ സൈന്യം എല്ലാവരും അവർക്ക് ഒരുപാട് സന്തോഷമായി. അവർ എല്ലായിടത്തും ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആശ്രമത്തിലെ അന്തരീക്ഷം മൊത്തത്തിൽ മാറി. ഇവിടെ പറയുന്നു, ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം നല്ല നീല പുല്ലുകൊണ്ട്, വളരെ മൃദുലമായിട്ടുള്ള നീല പുല്ലുകൊണ്ട് ഒരു കാർപ്പറ്റ് വിരിച്ചതുപോലെ തോന്നിയിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള പുല്ലുകളെ കൊണ്ട് നിറഞ്ഞു. പല പല പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാങ്ങ, മാമ്പഴം, പേരയ്ക്ക, അങ്ങനെ പല പല പഴങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വൃക്ഷങ്ങൾ അവിടെ പ്രകടമായി. വളരെ മൃദുലമായിട്ടുള്ള പഴങ്ങളും കട്ടിയുള്ള പഴങ്ങളും എല്ലാം കാണാൻ പറ്റി. അവിടെ ഒരുപാട് മന്ദിരങ്ങൾ പ്രത്യക്ഷമായി, മണിമന്ദിരങ്ങളൊക്കെ. അവിടെ അതിമനോഹരമായിട്ട് ഇരിക്കാനും കിടക്കാനുമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വെള്ള മേഘത്തെ പോലെ തോന്നിപ്പിക്കുന്ന വലിയ വലിയ കൊട്ടാരങ്ങൾ അവിടെ പ്രകടമായി. വലിയ കവാടമുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ മന്ദിരത്തിലും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണവും കുടിക്കാനുള്ള ഒരുപാട് പാനീയങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭരദ്വാജ ഋഷിയുടെ അനുമതിയോടുകൂടി ഭരതൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അവിടെയുള്ള കൊട്ടാരങ്ങളെല്ലാം, ഓരോ മണിമന്ദിരങ്ങളെല്ലാം ഒരുപാട് പുഷ്പങ്ങളെ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സുഗന്ധജലം കൊണ്ട് അവിടെ തളിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലായിടത്തുനിന്നും പ്രത്യേക സുഗന്ധം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിഞ്ഞു. അവിടെ സ്വർണ്ണ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു. ഭരതൻ അതിൻ്റെ അടുത്തൂടെ പോയി, പക്ഷെ അതിലിരുന്നില്ല. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ കൊട്ടാരത്തിൻ്റെ അടുത്തൂടെ മധുരമായിട്ടുള്ള പാലും പലതരത്തിലുള്ള പാലുത്പന്നങ്ങളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭരദ്വാജ ഋഷിയുടെ സിദ്ധി കൊണ്ട് അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ, അവർക്കൊക്കെ ശരീരം ലഭിച്ചു. അവരെല്ലാം പല പല വാദ്യോപകരണങ്ങൾ വായിക്കാൻ തുടങ്ങി. ചില വൃക്ഷങ്ങളൊക്കെ സേവകരായിട്ട് മാറി ഈ സൈനികർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങി. ചുറ്റുപാടിലും ആയിരക്കണക്കിന് പാത്രങ്ങളിൽ ഭക്ഷണം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു. കുന്നുകണക്കിന് ചോറ്, വലിയ വലിയ പാത്രങ്ങളിൽ നിറച്ച് പാലിൻ്റെ ഉത്പന്നങ്ങളും തൈരും, വലിയ വലിയ കുടങ്ങൾ നിറച്ച് തേനും, പല പല മധുരമായിട്ടുള്ള, മത്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള മധുര പലഹാരങ്ങളും ഉണ്ടായിരുന്നു. വളരെ സുന്ദരികളായിട്ടുള്ള നാരീജനങ്ങൾ അവിടെയുള്ള യോദ്ധാക്കൾക്ക് ഓരോ ഭക്ഷണങ്ങളും വിളമ്പിക്കൊടുക്കുകയായിരുന്നു. അവിടെ കാലമർത്തി കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അവരുടെ ദേഹം മുഴുവൻ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു, എണ്ണ പുരട്ടി. എന്നിട്ട് അവരുടെ വസ്ത്രമൊക്കെ നല്ല പട്ടുവസ്ത്രം ധരിച്ചിരുന്നു.
എന്നിട്ട് അവരെ എല്ലാം സ്വർണ്ണ പാത്രത്തിലായിരുന്നു അവർക്ക് ഇതെല്ലാം വിളമ്പി കൊടുത്തിരുന്നത്. എന്നിട്ട് ഈ ഇത്രയും ആനന്ദം കൊട്ടാരത്തിൽ പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ യോദ്ധാക്കളും ചിരിക്കുമായിരുന്നു. അവർ സന്തോഷം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണം. അവർ സ്വർഗലോകത്തിലെത്തിയോ എന്ന് എല്ലാവർക്കും തോന്നി. എന്നിട്ട് അവർ വീണ്ടും വീണ്ടും ഭരതനെയും രാമനെയും സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ഭക്ഷണങ്ങളും ഇഷ്ടം പോലെ കഴിച്ചിട്ടും ആ ഭക്ഷണം തീരുന്നുമില്ല, അവർക്ക് തൃപ്തിയാവുന്നുമില്ല. അവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ്. എന്നിട്ട് അവർ കഴിക്കുന്നതിനനുസരിച്ച് അവരുടെ ശരീരവും അവരുടെ മനസ്സും കൂടുതൽ ഉത്സാഹിതരാവുകയാണ്. കൂടുതൽ ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതായത് അവർക്ക് ഇനിയും കഴിക്കാൻ തോന്നുകയാണ്. എന്നാലോചിച്ച് വേണം. അതുകൂടാതെ ആ യോദ്ധാക്കളുടെ കൂട്ടത്തിലുള്ള മൃഗങ്ങളെയും ശ്രദ്ധിച്ചിരുന്നു. ആനകളെയും കുതിരകളെയും എല്ലാം അവർക്കും എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കൊടുത്തിരുന്നു. അവർക്കും കുടിക്കാനുള്ള ജലമൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ രാത്രി അവസാനിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രാത്രി അവസാനിച്ചപ്പം ഇവർക്ക് കുളിക്കാനും വിസർജിക്കാനുമുള്ള അതിനുള്ള സൗകര്യങ്ങളും അവിടെ തയ്യാറാക്കിയിരുന്നു. ചൂടുവെള്ളം കുളിക്കാനായിട്ട് നല്ല മധുരവും നല്ല സുഗന്ധമുള്ള സോപ്പ്, പിന്നെ വെള്ളി പാത്രങ്ങളിൽ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളും, മുടി ചെയ്യാനുള്ള ചീപ്പ്, ബ്രഷ്, നല്ല മുഖം നോക്കാനുള്ള കണ്ണട എല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. പുതിയ വസ്ത്രം, ചെരുപ്പുകൾ, ആഭരണങ്ങൾ. എല്ലാവരും കുളിച്ചു, പുതിയ വസ്ത്രം ധരിച്ചു, അവരുടെ കവചമൊക്കെ ധരിച്ചു. ഉടൻ തന്നെ എല്ലാ അപ്സരസ്സുകളും ദേവന്മാരും തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി. ഈ ഒറ്റ രാത്രി കൊണ്ട് നടന്ന കാര്യങ്ങളെ എന്തോ ഒരു സ്വപ്നം നടക്കുമായിരുന്നു എന്ന് യോദ്ധാക്കൾക്ക് തോന്നി. പിന്നെ അവർ നോക്കിയപ്പം ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ആ രീതിയിൽ ആശ്രമം വീണ്ടും പഴയ രീതിയിലായി. എല്ലാം അപ്രത്യക്ഷമായി. എന്നിട്ട് ഇവരെല്ലാം ധരിച്ചിരുന്ന ആ മാലകൾ ഇപ്പോഴും നല്ല ഉണങ്ങാതെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ കഴുത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിച്ചു. ഭരദ്വാജ ഋഷിയുടെ അടുത്തെത്തി. അപ്പോൾ ഋഷി സന്ധ്യാവന്ദനത്തിലായിരുന്നു. ഭരതൻ വണങ്ങി നിന്നു. എന്നിട്ട് അനുമതി ചോദിച്ചു മുന്നോട്ട് പോകാനായിട്ട്. ഭരദ്വാജ ഋഷി അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കും നിന്റെ കൂട്ടുകാർക്കും സന്തോഷമായെന്ന് കരുതുന്നു. ഇത് കൂടാതെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് വെച്ചു. ഭരതനെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദി പറഞ്ഞു. എന്നിട്ട് രാമൻ്റെ ആ പർണശാലയിലേക്കുള്ള വഴി കാണിച്ചു തരാൻ പറഞ്ഞു. ഭരദ്വാജ ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ ഒരു ചിത്രകൂട പർവ്വതമുണ്ട്. ഒരുപാട് ഗുഹകളും ഉദ്യാനങ്ങളും കൊണ്ട് ഗുഹകളും ഒരുപാട് വൃക്ഷലതാദികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരുപാട് പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട്. അവിടെ മന്ദാകിനി നദി ഒഴുകുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് 2 സഹോദരന്മാരെയും കാണാൻ പറ്റുന്നു. ഇങ്ങനെ ഋഷി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗശല്യാദേവിയും സുമിത്രാദേവിയും രഥത്തിൽ നിന്ന് ഇറങ്ങി ഭരദ്വാജ ഋഷിയുടെ കാല് തൊട്ട് നമസ്കരിക്കാം. ഒരുപാട് നന്ദി പറഞ്ഞു കൗശല്യാദേവിയും സുമിത്രാദേവിയും. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക രാമനെ കാണാനായിട്ട്. കൈകേയിയും ഒരുപാട് ദുഃഖത്തിലായിരുന്നു. കൈകേയി ഒരുപാട് നാണക്കേട് തോന്നി ഋഷിയുടെ മുമ്പിൽ വരാനായിട്ട്. ഉള്ളിൽ കുറ്റബോധം തോന്നുന്നു. ഋഷിയുടെ മുമ്പിൽ നമസ്കരിച്ചു. അപ്പോൾ ഒരുപാട് കാരുണ്യത്തോടു കൂടി ഭരദ്വാജ ഋഷി അവരെ നോക്കിയിട്ട്
ഭരതനോട് ചോദിച്ചു, ഇവരാരൊക്കെയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഭരതൻ കൗശല്യ ദേവി കാണിച്ചിട്ട് പറഞ്ഞു, ദേവി തുല്യമായിട്ടുള്ള ഈ സ്ത്രീ, ഇത് സിംഹത്തെ പോലെ ഇരിക്കുന്ന രാമൻ്റെ പ്രിയ അമ്മയാണ്. ദുഃഖം കാരണവും ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ആകെ ശോഷിച്ചിരിക്കുകയാണ്. അതേ ദേവിയുടെ കൈ പിടിച്ചിരിക്കുന്ന അടുത്ത സ്ത്രീ, അത് സുമിത്രാദേവിയാണ്, ലക്ഷ്മണൻ്റെ അമ്മ, ശത്രുഘ്നൻ്റെ അമ്മയാണ്. പിന്നെ ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് ഭരതൻ കൈകൈ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ക്രൂരയും ദുഷ്ടയായിട്ടുള്ള എൻ്റെ അമ്മ. ഇവരുടെ ഈ പ്രവൃത്തി കാരണമാണ് മഹാസമ്രാട്ട് ദശരഥ മഹാരാജാവ് മരിച്ചതും. അതുകൂടാതെ രാമൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വനവാസത്തിൽ കഴിയുന്നു. ഭരദ്വാജ ഋഷിക്ക് ദേവനിയോഗം അറിയാം, ഭഗവാന്റെ തീരുമാനം അറിയാം. അതുകൊണ്ട് ഭരദ്വാജ ഋഷി ഭരതനോട് പറഞ്ഞു, ഭരത, നീ നിന്റെ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അമ്മ കുറ്റക്കാരിയായിട്ട് കാണരുത്. രാമൻ്റെ ഈ വനവാസം ഈ ബ്രഹ്മാണ്ടത്തിന് തന്നെ നന്നായിട്ടേ ഭവിക്കൂ. ദേവന്മാർക്കും അസുരന്മാർക്കും ഋഷികൾക്കും എല്ലാവർക്കും സർവ്വ സൃഷ്ടിയുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഭരതന് തന്നെ ചെറുതായിട്ടൊരു കുറ്റബോധം തോന്നി. അപ്പോൾ ഭരദ്വാജ ഋഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭരതന് തന്നെ ഒരു ചമ്മൽ തോന്നി. പക്ഷെ എന്നാലും ദേഷ്യം അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഭരദ്വാജ ഋഷിയുടെ മുഖത്ത് നോക്കാനും ധൈര്യമില്ല. അപ്പം ഭരദ്വാജ ഋഷി പറയുന്നതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടു. എന്നിട്ട് എഴുന്നേറ്റ് അവിടുന്ന് ഋഷിയുടെ ചുറ്റും പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് അനുമതി ചോദിച്ച് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഭരതൻ സൈനികരോട് എല്ലാവരോടും പറഞ്ഞു, രഥത്തിൽ കയറും. ഗുഹനും ഭരതൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ വലിയ സൈന്യ സന്നാഹത്തോടു കൂടി ഒരുപാട് ശബ്ദം ഉണ്ടാവുകയായിരുന്നു കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ. ആ ശബ്ദം കേട്ടിട്ട് മാനുകളും പക്ഷികളും എല്ലാവരും ഓടാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ അവർ രാമനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് രാമനെ ഒരു നോക്ക് കാണാനായിട്ട് അവരെല്ലാവരും ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. ഇത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് ഏകദേശം 3 മാസമായി. അവിടെ ഒരു പർണശാല നിർമ്മിച്ച് രാമൻ സീതാദേവിയും അവിടെ ആ പർണശാലയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ആ കുന്നിൻ്റെ ക്ഷമിക്കണം, ഇടയ്ക്ക് ഇൻ്റർനെറ്റ് കട്ടായി കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ പർണശാലയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനും സീതാദേവിക്കും ലക്ഷ്മണസ്വാമിക്കും ആ പർവ്വതത്തിൻ്റെ മോൾഭാഗം കാണാൻ പറ്റുമായിരുന്നു. അവിടെ പല പല നിറങ്ങളിലായിട്ട് കുന്ന് കാണാൻ പറ്റുമായിരുന്നു. ചിലയിടത്ത് മഞ്ഞയായിട്ടും ചിലയിടത്ത് ചുവപ്പായിട്ടും ചിലയിടത്ത് വെള്ളി പോലെ തിളങ്ങുന്നു, ചിലയിടത്ത് പച്ച നിറത്തിലും കാണപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ ആ പർവ്വതം പല പല നിറങ്ങൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടതുപോലെ കാണുമായിരുന്നു. അവിടെ ആരെയും അധികം ഹിംസിക്കാത്ത, അതായത് സാധാരണ ഋഷിമാരെ അങ്ങനെയൊന്നും ദ്രോഹിക്കാത്ത ശാന്തരായിട്ടുള്ള പുലികളും കരടികളും ഒക്കെ ഉണ്ടായിരുന്നു. പുഷ്പങ്ങൾ നിറഞ്ഞ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. പഴവർഗ്ഗങ്ങൾ നിറഞ്ഞ മരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് പക്ഷികളും ഒരുപാട് ജലസ്രോതസ്സുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ കാഴ്ച കാണാൻ രാമന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ആ കുടിലിൻ്റെ പുറത്ത് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുക, പർണശാലയുടെ പുറത്ത് സീതാദേവിയോട് പറയുക, ദേവി, നീ ആ കിന്നരന്മാരെയൊക്കെ കാണുന്നില്ലേ, അവരെത്ര സന്തോഷമായിട്ടിരിക്കുക. കിന്നരെന്ന് പറഞ്ഞാൽ ഒരു
വിഭാഗമാണ്, ദേവന്മാരെ പോലെ, ഗന്ധർവന്മാർ അതേപോലെ. അവരെല്ലാം അവരുടെ വിമാനത്തിൽ നിന്നും ഇറങ്ങി അവർ വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാധരന്മാരെയും ഗന്ധർവന്മാരെയൊക്കെ കണ്ടില്ലേ അവരുടെ സ്ത്രീകളുമായിട്ട് വിഹരിക്കുന്നതായിട്ട്. ഇത് സ്വർഗത്തെക്കാട്ടിയും അതിസുന്ദരമായിട്ടിരിക്കുകയാണ് ഈ സ്ഥലം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, 14 വർഷമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാസം പോലെ നമുക്ക് തോന്നും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് സീതാദേവി ചിരിക്കുകയാണ്. സീതാദേവി ഒരുപാട് സന്തോഷത്തിലാണ് രാമൻ്റെ കൂട്ടത്തിൽ കഴിയുന്നതുകൊണ്ട്. വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണെങ്കിലും സീതാദേവിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ലളിതമായിട്ടുള്ള ജീവിതം. കൊട്ടാരത്തിലെ ആ സമ്പദ് സമൃദ്ധിയെക്കാട്ടിയും എത്രയോ മനോഹരമാണ് രാമൻ്റെ കൂട്ടത്തിലുള്ള ഈ ലളിതമായിട്ടുള്ള ജീവിതം. ദേവി എന്നിട്ട് ആ മന്ദാകിനി നദിയെ കണ്ടു. അവിടെ ലളിതമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് സൂര്യദേവനെ ആരാധിക്കുന്ന ഒരുപാട് ഋഷിമാരെ കണ്ടു. പല സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മരത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിശകളിലും അതി ഉത്സാഹം നൽകുന്ന ഒരു സുഗന്ധം ഉണ്ടായിരുന്നു. ഒരുപാട് സിദ്ധന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും പ്രത്യക്ഷപ്പെടുന്നതായിട്ടും കണ്ടു. പിന്നെ നദിയുടെ അപ്പുറത്ത് വേറെ ഒരു സ്ഥലത്തായിട്ട് ഒരു കൂട്ടം ആനകൾ വെള്ളം കുടിക്കുന്നതായിട്ടും കണ്ടു. രാമൻ പറഞ്ഞു, ദേവി ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കുളി ആരംഭിക്കാം. നീ എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കളെയോ അയോധ്യയോ ഒന്നും ഓർത്ത് വിഷമിക്കാറില്ല. നിന്റെ സൗന്ദര്യം ദേവലോകത്തെ അപ്സരസുകളെക്കാട്ടിയും അതിമനോഹരമാണ്. നിന്നെ കാണുന്നതിലൂടെ എനിക്ക് ഒരുപാട് ആനന്ദം തോന്നുന്നു എന്ന് രാമൻ പറയാം. രാമൻ അപ്പോൾ ലക്ഷ്മണനെ നോക്കി. ലക്ഷ്മണൻ കുറച്ച് ദൂരത്തായിട്ട് വില്ലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവതുല്യനായിട്ടുള്ള ഈ ലക്ഷ്മണൻ എപ്പോഴും ആയുധങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളെയും പാലിക്കാനായിട്ട് സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. ലക്ഷ്മണൻ കൊണ്ടുവരുന്ന ആ ഫലമൂലാദികൾ നമ്മൾ കഴിക്കുന്നു. നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ് സീത എന്ന് പറയുന്നു. അയോധ്യയിൽ പോലും എനിക്ക് ഇത്രയും സന്തോഷം ലഭിക്കത്തില്ല എന്ന് രാമൻ പറയാം. അങ്ങനെ രാമനും സീതയും നദിയുടെ ഒരു വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് കുളിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കുറച്ച് നേരം രണ്ടുപേരും ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്, തണുത്ത വെള്ളത്തിൽ. അതിനുശേഷം വലിയൊരു പാറയുടെ മുകളിൽ രണ്ടുപേരും ഇരിക്കുകയാണ്. അപ്പോൾ രാമൻ സീതയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആകാശത്ത് ദൂരെ ഒരുപാട് പൊടി പടരുന്നതായിട്ട് കണ്ടു. ഒരുപാട് മൃഗങ്ങൾ ഭയപ്പെടുന്നതായിട്ടും കണ്ടു. എല്ലാ ദിശകളിലും ഓടുന്നതായിട്ട് കണ്ടു. വളരെ ഭയപ്പെടുത്തുന്ന ഏതോ ശബ്ദം കേട്ടു. അത് കൂടുതൽ ആ ശബ്ദം വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ഉടൻ തന്നെ രാമൻ ലക്ഷ്മണനെ വിളിച്ചു. ലക്ഷ്മണ, എന്താണ് ഈ ഒരു കോലാഹലത്തിന് കാരണം? വലിയ ഇടിവെട്ടുന്ന പോലെ ഈ ശബ്ദം വടക്ക് ദിശയിൽ നിന്ന് വരുന്നല്ലോ. ഏതെങ്കിലും രാജാവോ രാജകുമാരനോ വേട്ടയ്ക്കായിട്ട് വനത്തിൽ വരികയാണോ വലിയ സൈന്യ സന്നാഹത്തോടുകൂടി? അതോ ഏതെങ്കിലും ഭീകരജീവികളോ രാക്ഷസന്മാരോ ആണോ? നീ നോക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ ലക്ഷ്മണൻ ഏറ്റവും ഉയരം കൂടിയ മരത്തിൻ്റെ മുകളിൽ ചാടിക്കയറുകയാണ്. എന്നിട്ട് ചുറ്റും നോക്കി, വടക്ക് ദിശയിലേക്ക് നോക്കി. അപ്പം ദൂരെ നിന്നും വലിയൊരു സൈന്യം വരുന്നതായിട്ട്, ഒരുപാട് കുതിരകളും ആനകളും രഥങ്ങളുമായിട്ട് വരുന്നതായിട്ട് കണ്ടു. എന്നിട്ട് യോദ്ധാക്കൾ ഇങ്ങനെ ചവിട്ടി മുന്നോട്ട് വരുന്നതായിട്ട് കണ്ടു. അവിടെ ഇരുന്നുകൊണ്ട് രാമൻ ഉറക്കെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സീതയെ ഏതെങ്കിലും ഗുഹയിൽ കൊണ്ടുപോകും. ലക്ഷ്മണൻ രാമനോട് പറയുകയാണ്, ഈ തീ അണയ്ക്കൂ, അന്നേരം ആ പുക കാണത്തില്ല ആരും. അതുകൊണ്ട് എവിടെയാണ് നമ്മുടെ പർണശാലയിൽ നിന്ന് ആർക്കും മനസ്സിലാവത്തില്ല.
നമ്മൾ രണ്ടുപേരും ആയുധങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഈ യോദ്ധാക്കളുമായിട്ട് നേരിടണം. രാമന് ഒട്ടും ഭയമില്ലായിരുന്നു. ലക്ഷ്മണനോട് പറഞ്ഞു, വളരെ ശ്രദ്ധിച്ചു നോക്കൂ, അവരുടെ ചിഹ്നങ്ങളൊക്കെ എന്താണ്, അത് ആരുടെ സൈന്യമാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ ലക്ഷ്മണൻ പറഞ്ഞു. ലക്ഷ്മണൻ ആ സൈന്യത്തിൻ്റെ ഏറ്റവും മുന്നിൽ നോക്കി അവിടെ ആ സൈന്യത്തിൻ്റെ ചിഹ്നത്തെ നോക്കുകയാണ്. അന്നേരം ഒരു വൃക്ഷത്തിൻ്റെ, കോപിതര വൃക്ഷത്തിൻ്റെ ചിഹ്നമാണ് കണ്ടത്. ഇത് കണ്ട ഉടൻ തന്നെ ലക്ഷ്മണന് ദേഷ്യം വർദ്ധിച്ചു. ആ നോട്ടത്തിലൂടെ തന്നെ ആ സൈന്യത്തെ മുഴുവൻ ഭസ്മമാക്കുന്ന രീതിയിൽ ലക്ഷ്മണൻ നോക്കിയാണ്. ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ഭരതന്റെ സൈന്യം തന്നെയാണ്. ആ കോപിതര വൃക്ഷത്തിന്റെ ചിഹ്നം ഞാൻ കണ്ടു. അവൻ അയോധ്യയുടെ ആധിപത്യം കിട്ടി. ഇനി നമ്മളെ രണ്ടുപേരെയും കൊന്നിട്ട് ആ ഒരു ആധിപത്യം എന്നും നിലനിൽക്കണമെന്ന് ഉറപ്പിക്കാൻ വന്നതായിരിക്കും. എന്നിട്ട് കുതിരകളിൽ അതിവേഗതയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണൻ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ വലിയ ഭാഗ്യമാണ് എനിക്ക് ഭരതന്റെ മുഖം കാണാൻ കഴിയുന്നത്. കാരണം അവൻ കാരണമാണല്ലോ നമുക്ക് ഈ വനവാസവും നമ്മുടെ ഈ അധികാരവും അവകാശവും ഒക്കെ നഷ്ടപ്പെട്ടത്. ഇവൻ ശത്രുവായിട്ട് തന്നെയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അവൻ നമ്മുടെ കൈയാൽ വധിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. അതിലൊരു പാപം നമുക്കില്ല രാമ. കാരണം ഭരതൻ അത്രയ്ക്ക് വലിയ കുറ്റമാണ് നിന്നോട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലക്ഷ്മണൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ആയുധങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. വാളും പിടിച്ചു. ഇന്ന് കൈകേയിക്ക് വലിയ ആഗ്രഹമല്ലായിരുന്നു രാജ്യം സ്വന്തമാക്കണമെന്ന്. സ്വന്തം മകന്റെ മരണം കൈകേയി ഇന്ന് കാണും. എന്നിട്ട് ആ കൈകേയി ഞാൻ കൊല്ലും. ഇന്ന് ഈ യോദ്ധാക്കളെല്ലാം മരിച്ചു വീഴുന്നത് കാണാൻ പോവുകയാണ്. മൃഗങ്ങൾക്കൊക്കെ നല്ല ഭക്ഷണം ഇന്ന് ലഭിക്കാൻ പോവുകയാണ്. ആനകളുടെയും കുതിരകളുടെയൊക്കെ ശവം കുന്നുകൂടും. ആയിരക്കണക്കിന് യോദ്ധാക്കളുടെയും. ഭരതനെയും എല്ലാ സൈന്യത്തെയും നമുക്ക് തീർത്തിട്ട് ഞാൻ എൻ്റെ എല്ലാ കടപ്പാടും ഇന്ന് വീട്ടാൻ പോവുകയാണ്. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സഹോദര ലക്ഷ്മണ, നിനക്കൊട്ടും ഇത് യോജിക്കുന്നില്ല. ഭരതൻ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കാണാൻ വരുമ്പോൾ ആയുധങ്ങൾ കൊണ്ടാണോ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്? ഞാൻ അവന് വാക്ക് കൊടുത്തതാണ് നമ്മൾ വനത്തിൽ കഴിയുമെന്ന്. അങ്ങനെയാവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഭരതന്റെ സാമ്രാജ്യം ബലാത്കാരേണ പിടിച്ചെടുക്കാൻ പറ്റുന്നത്? അതിലൂടെ എന്ത് സന്തോഷമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഇങ്ങനെ ശ്രീരാമസ്വാമി പറഞ്ഞപ്പോൾ ലക്ഷ്മണസ്വാമിക്ക് ഒരുപാട് വിഷമം തോന്നി. ലക്ഷ്മണസ്വാമി തലകുനിച്ചിരിക്കാൻ തുടങ്ങി. വാളൊക്കെ താഴ്ത്തി. രാമൻ പറഞ്ഞു, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് ലഭിക്കുന്ന ആ ഒരു സാമ്രാജ്യം നമുക്ക് വേണോ? നമ്മുടെ ബന്ധുക്കളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഈ രാജ്യമൊക്കെ സ്വീകരിക്കുന്നത്? അത് കൂടാതെ അത് അങ്ങനെ അല്ലെങ്കിൽ പോലും എനിക്ക് ഈ സാമ്രാജ്യത്തിന്റെ ആധിപത്യമൊന്നും എനിക്ക് താല്പര്യമില്ല. യഥാർത്ഥ സന്തോഷം അത് ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നതിലല്ല, എല്ലാവരുമായിട്ട് നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ട് നമ്മുടെ സന്തോഷത്തെ പങ്കിടുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം. ഇനി അവരില്ലാതെ ഒരു സന്തോഷം എന്തെങ്കിലും എനിക്ക് ലഭിക്കുകയാണെങ്കിൽ അതെല്ലാം ഭസ്മമായി പോട്ടെ. രാമന് നന്നായിട്ട് ഭരതന്റെ ഹൃദയം അറിയാമായിരുന്നു. ലക്ഷ്മണന് എത്രത്തോളം ഭഗവാനിൽ സ്നേഹമുണ്ടോ അത്രത്തോളം തന്നെ ഭരതനും സ്നേഹമുണ്ടെന്ന് രാമന് അറിയായിരുന്നു. രാമന് നന്നായിട്ട് അറിയായിരുന്നു ഭരതൻ എന്തിനാണ് വന്നതെന്ന്. രാമനും ഭരതനെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. ലക്ഷ്മണനെ എന്നാൽ ഇത്രയൊക്കെ ഭഗവാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞല്ലോ, ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന് വിഷമമായെന്ന് വിചാരിച്ചു. അതുകൊണ്ട് രാമൻ ആശ്വസിപ്പിച്ച് പറഞ്ഞു, ഭരതൻ എൻ്റെ വനവാസത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഭരതൻ ഒരുപാട് വിഷമമായി കാണും. എന്നാൽ ആ ദുഃഖത്തിൽ വളരെയധികം നിരാശനായ ഭരതൻ കൈകേയിയെ ഒരുപാട് കുറ്റപ്പെടുത്തി കാണും. എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ഭരതൻ വരുന്നത്.
ഇത് കേട്ടപ്പോൾ ലക്ഷ്മണസ്വാമിക്ക് ഒരുപാട് നാണക്കേട് തോന്നി ഭരതനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ലക്ഷ്മണന് കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. 4 സഹോദരന്മാരും എത്ര സന്തോഷത്തോട് കഴിഞ്ഞതായിരുന്നു. രാമൻ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം ഭരതൻ ഒരിക്കലും രാമനോട് യുദ്ധം ചെയ്യാൻ വരത്തില്ല. ലക്ഷ്മണന് ഒരുപാട് കുറ്റബോധം തോന്നി. രാമൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല ഭരതൻ എന്നെ ആക്രമിക്കുമെന്ന്. ഇതിനു മുമ്പേ ഭരതൻ എപ്പോഴെങ്കിലും ലക്ഷ്മണ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എന്താണ് നിനക്ക് ഭരതനോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം? ഇനി നിനക്ക് ആ രാജ്യം പിടിച്ചടക്കാനും നിനക്ക് രാജാവാകാനാണ് താല്പര്യമെങ്കിൽ ഞാൻ ഭരതനോട് പറയാം, എന്നിട്ട് നീ രാജാവാകാൻ പറഞ്ഞു. എന്നിട്ട് നിനക്ക് പകരം ഭരതൻ എൻ്റെ കൂട്ടത്തിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ സന്തോഷത്തോടു കൂടി നിന്റെ സ്ഥാനത്ത് മരവുരിയും ധരിച്ച് മുടിയും ജടയാക്കി എൻ്റെ കൂട്ടത്തിൽ നിന്നിരിക്കാം. അതേ സമയത്ത് നിനക്ക് സന്തോഷത്തോടു കൂടി അയോധ്യ ഭരിക്കാം. ഇതും കൂടെ കേട്ടപ്പോൾ ലക്ഷ്മണനെ ഒട്ടും സഹിക്കാൻ പറ്റില്ല. ലക്ഷ്മണൻ വിചാരിച്ചു ഭരതനെക്കുറിച്ച് ചിന്തിച്ച് വളരെ മോശമായിപ്പോയി. ലക്ഷ്മണൻ വിചാരിച്ചു ശരിയാണ്, ഭരതൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നികത്താൻ വേണ്ടി ലക്ഷ്മണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമനോട് പറഞ്ഞു, പ്രിയ രാമ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെയായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ അച്ഛൻ ചക്രവർത്തി സമ്രാട്ട് അദ്ദേഹം കൂട്ടത്തിൽ വന്നു കാണും. ചിലപ്പോൾ അച്ഛനും നമ്മളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും വന്നത്. ഭരതൻ ആ സാമ്രാജ്യം സ്വീകരിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും വന്നത്. ഞാൻ നമ്മുടെ അച്ഛൻ്റെ ആ ശക്തനായിട്ടുള്ള ആന, ശത്രുഞ്ജയൻ എന്ന് പറയുന്ന ആനയെ ഞാൻ കണ്ടു, സൈന്യ സന്നാഹത്തിൻ്റെ ഏറ്റവും മുന്നിലായിട്ട്. അപ്പോഴേക്കും രാമന്റെ കൺമുന്നിൽ കാണാൻ പറ്റുന്ന രീതിയിൽ സൈന്യം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ആ ആന ശത്രുഞ്ജയനെ കണ്ടപ്പോൾ രാമൻ്റെ ഉള്ളിൽ ആശങ്ക വർദ്ധിച്ചു. കാരണം എപ്പോഴും ആ ആനയുടെ മുകളിൽ ആ ഒരു വെളുത്ത കുട കാണുന്നതാണ്, അച്ഛൻ ഉപയോഗിക്കുന്ന വെളുത്ത കുട, അത് കാണുന്നില്ലല്ലോ. ശത്രുഞ്ജയൻ പിന്നെ എന്താണ് നമ്മുടെ അച്ഛനില്ലാതെ വന്നിരിക്കുന്നത്? അപ്പോൾ അച്ഛനെ കാണാതായപ്പോൾ രാമൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു. ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയും ഭയം വർദ്ധിച്ചു. ഭരതൻ വരുന്നതും കാത്ത് ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്നാലും ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ നിർത്താം. ഇനി ഭരതസ്വാമി ഭഗവാനെ കണ്ടിട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം, അല്ലേ? അത് നാളെ രാവിലെ 7 മണിക്ക്. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് മംഗളം പാടി ഇന്നത്തെ സത്സംഗം നിർത്താം. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമലമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം വിശ്വാമിത്രാന്തരാംഗായ മിഥിലാനഗരീപദേ ഭാഗ്യാനാം പരിപാകായ ഭവ്യരൂപായ മംഗളം പിതൃഭക്തായ സതതം ഭ്രാതൃഭിസഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം ത്വക്താസാകേതവാസായ ചിത്രകൂടവിഹാരിണേ സേവ്യായ സർവയമിനാം ധീരോധ്യായ മംഗളം സൗമിത്രീണ ച ജാനക്യാ ചാപബാണാസിധാരിണേ സംസേവ്യായ സദാ ഭക്ത്യാ സ്വാമിനേ മമ മംഗളം ദണ്ഡകാരണ്യവാസായ ഖരദൂഷണശത്രവേ ഗൃദ്രരാജായ ഭക്തായ മുക്തിദായാസ്തു മംഗളം
सादरं शबरीदत्तफलमूलाभिलाषिने सौलभ्यपरिपूर्णाय सत्त्वोद्रिक्ताय मङ्गलम् हनुमत्समवेताय हरीशाभीष्टदायिने बालिप्रमथनायास्तु महाधीराय मङ्गलम् श्रीमते रघुवीराय सेतुलङ्कितसिन्धवे जितराक्षसराजाय रणधीराय मङ्गलम् विभीषणकृते प्रीत्या लङ्काभीष्टप्रदायिने सर्वलोकशरण्याय श्रीराघवाय मङ्गलम् साध्यनगरीं दिव्याभिषिक्तया सीतया राजाधिराजाय रामभद्राय मङ्गलम् ब्रह्मादिदेवसेव्याय ब्रह्मण्याय महात्मने जानकीप्राणनाथाय रघुनाथाय मङ्गलम् श्रीसौम्यजामामृते मुने कृपयास्मानुपेयुषे महते मम नाथाय रघुनाथाय मङ्गलम् मङ्गलाशासनपरेर्मदाचार्यपुरोगमे सर्वैश्च पूर्वराचार्य सत्कृतायस्तु मङ्गलम् रम्यजामामृतमुनिना मङ्गलाशासनं कृतं त्रैलोक्याधिपति श्रीमान् करोतु मङ्गलं सदा इति श्रीवरवरमुनिस्वामीकृत ശ്രീരാമമംഗളാശാസനം സമ്പൂർണ്ണം. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ബാക്കി രാമായണം ചർച്ച ചെയ്യാം. ഇന്ന് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ ശ്രീരാം.